ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 വിഷുഫലപ്രകാരം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഗജകേസരി യോഗം, ലോട്ടറി ഭാഗ്യം എന്നിവ വന്നു ചേരുന്ന കാലമാണ്. ഈ വർഷത്തെ വിഷുഫലപ്രകാരം ഈ ഭാഗ്യ നക്ഷത്രങ്ങൾ ജ്യോതിഷപരമായി വ്യക്തിഗതമാണ്. എങ്കിലും ഈ വർഷം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന വർഷമാണ്. അതുപോലെ ഈ വർഷത്തെ വിഷുക്കാലം ചില നക്ഷത്ര ജാതകരെ ഭാഗ്യം തേടിവരും. അതായത് സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ്റെ കടാക്ഷം ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായും വന്നു ചേരും. ഇവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടവും പുതിയ സമ്പത്തിനുള്ള വഴികൾ തുറന്നു വരികയും ചെയ്യും. അതായത് നിങ്ങളുടെ ഗ്രഹനിലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സൗഭാഗ്യത്തിനും കാരണമാകും. അതായത് ജീവിതത്തിലെ സാമ്പത്തികമായ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഭാഗ്യത്തിൻ്റെ ലക്ഷ്മി നിങ്ങളുടെ വാതിക്കലെത്തും. ഈ ഭാഗ്യം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയായി കണക്കാക്കാം. അതായത് ഈ ഭാഗ്യ നക്ഷത്രങ്ങൾ പടിപടിയായി ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് ഈ ഉയർച്ച ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം എന്തെന്നാൽ മേടം രാശിയിൽ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നത് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് പ്രതാപവും സമ്പത്തും വർദ്ധിപ്പിക്കും. അതിനാൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ ഉന്നമനത്തിന് കാരണമാകുന്ന ഈ വർഷം വിഷു കഴിഞ്ഞതിനാൽ പല നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്കും സ്വാധീനത്തിനും കാരണമാകും. ഈ വർഷത്തെ വിഷുഫലം വെച്ച് നോക്കുമ്പോൾ 6 നക്ഷത്ര ജാതകർക്കാണ് വിഷുബമ്പർ അടിക്കുവാനുള്ള യോഗമുള്ളത്. നിങ്ങളുടെ ഗ്രഹനില പ്രകാരം വ്യാഴം, ശനി, രാഹു, കേതു എന്നിവയുടെ അനുകൂലമായ സഞ്ചാരം മൂലം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനയോഗമുണ്ടാകും. അതായത് നിങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞ ആളുകൾ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരുന്ന ദിവസമാണ് ഇനി എത്തുവാൻ പോകുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അപ്രതീക്ഷിതമായ ധനയോഗം വിഷു ബമ്പറിലൂടെ വന്നെത്തുവാൻ യോഗമുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം ധനലാഭയോഗം, അപ്രതീക്ഷിതമായ ഭാഗ്യയോഗം, പുതിയ ജോലി, അതുമല്ലെങ്കിൽ പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ, യാത്രാഭാഗ്യം, കുടുംബത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുക, അതുപോലെ സന്തോഷ വാർത്ത കേൾക്കുക, ഇതുവരെ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ വാഹനമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ വാങ്ങുവാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ വർഷം ലോട്ടറി, സമ്മാന പദ്ധതികൾ പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ വലിയ നേട്ടത്തിനുള്ള സാധ്യതയുള്ള കാലമാണ്. അശ്വതി നക്ഷത്ര ജാതകർ സാധാരണയായി നിങ്ങൾ വേഗത്തിൽ തീരുമാനമെടുക്കുന്നവരും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ വളരെയധികം ധൈര്യമുള്ള ആളുകളുമാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ അനുകൂലമായ സ്വാധീനം കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുകയും മുന്നേറ്റം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അശ്വതി നക്ഷത്ര ജാതകരായ നിങ്ങൾ ഭാഗ്യവർദ്ധനവിനും ജീവിത വിജയത്തിനും ആയുർവർദ്ധനയ്ക്കും ശനിദോഷ ശമനത്തിനുമായി ഗണപതി ഭജനം നടത്തുക. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഉയർച്ചയുടെ ഒരു കാലമാണ്. പണം, ഭാഗ്യം, നേട്ടങ്ങൾ ഇവയെല്ലാം ഒരുമിച്ചെത്തുന്ന സമയം. സാമ്പത്തികമായി വളരെയധികം വളർച്ചയുണ്ടാകും. അതുപോലെ കടബാധ്യതകളെല്ലാം തന്നെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വലിയ അംഗീകാരവും വിജയവും ലഭിക്കും.
പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ്. അതുപോലെ വീടുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. കുടുംബ ഐക്യം വർദ്ധിക്കും. ദൂരയാത്രകളോ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട അവസരങ്ങളോ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ കാലം ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം കൂടുതലുള്ള ഒരു കാലമായതിനാൽ ഭാഗ്യ പരീക്ഷണങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. അതായത് ഭരണി നക്ഷത്ര ജാതകർക്ക് സാധാരണയായി ശക്തമായ മനോബലവും ലക്ഷ്യവും നേടുവാനുള്ള പിടിവാശിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ശുക്രൻ്റെ സ്വാധീനം കാരണം ഭാഗ്യവും വളരെയധികം ആകർഷണ ശക്തിയും ഉയരുന്ന ഒരു സമയമാണ്. ഭരണി നക്ഷത്ര ജാതകരായ നിങ്ങൾ ഭാഗ്യവർദ്ധനവിനും ജീവിത വിജയത്തിനും ആയുർവർദ്ധനയ്ക്കുമായി ശിവനെ നിത്യവും ഭജിക്കുക. അതുപോലെ നാളിൽ ശിവങ്കൽ ഭസ്മ അഭിഷേകം നടത്തുക. ശ്രീകൃഷ്ണ സ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം ചെയ്ത് തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. അതായത് വലിയ ധനലാഭയോഗം, തൊഴിലിലോ അതുമല്ലെങ്കിൽ ബിസിനസ്സിലോ വളരെ വലിയ വളർച്ചയുണ്ടാകും. കുടുംബ സൗഖ്യവും സമാധാനവും വർദ്ധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വലിയ ആഗ്രഹമായ പുതിയ വീടോ സ്ഥലമോ സംബന്ധിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാൻ പോകുന്നു. വിവാഹ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനം ഭവിക്കുന്നതാണ്. പഴയ പ്രശ്നങ്ങളെല്ലാം മാറി മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കും. ഭാഗ്യ പരീക്ഷണങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ ഫലസാധ്യത വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ചും രോഹിണി നക്ഷത്ര ജാതകർക്ക് ആകർഷണ ശക്തിയും സൃഷ്ടിപരമായ കഴിവും വളരെയധികം കൂടുതലുള്ള ആളുകളാണ്. തന്മൂലം നിങ്ങൾക്ക് ചന്ദ്രൻ്റെ അനുഗ്രഹം കൂടി ഉള്ള നക്ഷത്രമായതിനാൽ ഈ സമയത്ത് സന്തോഷവും ഭാഗ്യപുഷ്ടിയും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സുവർണകാലം കൈവച്ചതെല്ലാം തന്നെ നേട്ടമായി മാറുന്ന സമയമാണ്. രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾ നാളിൽ ദേവീ ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഭവനത്തിൽ നിത്യേന ദേവി മഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് രാജയോഗ സമാനമായ ഉയർച്ചകൾ വന്നു ചേരുന്ന കാലമാണ്. ധനവരവ് വർദ്ധിക്കും. ജോലി ചെയ്യുന്ന മേഖലയിൽ പ്രമോഷനോ അതുമല്ലെങ്കിൽ ശമ്പള വർധനവോ അതുമല്ലെങ്കിൽ അംഗീകാരമോ ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. സോഷ്യൽ മീഡിയ, പൊതുപ്രവർത്തനം, കലാരംഗം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വാഹനം, വീട് തുടങ്ങിയ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കുവാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് ലോട്ടറി, ചിട്ടി, ഭാഗ്യ പരീക്ഷണങ്ങളിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. പ്രത്യേകിച്ചും പൂരം നക്ഷത്ര ജാതകർ സാധാരണയായി ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും വളരെയധികം ഉള്ള ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശുക്രൻ്റെയും ഗുരുവിൻ്റെയും അനുകൂലമായ സ്വാധീനം കാരണം ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ലഭിക്കുന്ന കാലമാണ്. പൂരം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക. അതുപോലെ ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഇനി വിജയത്തിൻ്റെ കാലമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഭാഗ്യവും ആഗ്രഹങ്ങളുമെല്ലാം തിരികെ എത്തുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭ യോഗം, ജോലിയിലോ ബിസിനസ്സിലോ വലിയ മുന്നേറ്റം, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസരങ്ങൾ ലഭിക്കുക, തടസ്സപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക, കുടുംബത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കുക.
പ്രത്യേകിച്ചും പുതിയ ബന്ധങ്ങൾ വഴി സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ലഭിക്കുക, ഇവയെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസവും മാന്യമായ സ്ഥാനവും ഉയരുന്നതാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ സാധ്യതകൾ വന്നു ചേരും. വിശാഖം നക്ഷത്ര ജാതകർക്ക് ലക്ഷ്യം കൈവരിക്കുവാൻ ശക്തമായ ശ്രമശേഷിയും ക്ഷമയും ഉള്ള ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുകൂലമായ സ്വാധീനം കാരണം നേട്ടങ്ങളും അവസരങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലമാണ്. വിശാഖം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താവിങ്കൽ നീരാഞ്ജനം കത്തിക്കുക. എള്ളു പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കഷ്ടകാലങ്ങളെല്ലാം അവസാനിക്കുന്നു. ഭാഗ്യവും പണവും നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾക്ക് കാണുന്ന യോഗങ്ങളെന്നാൽ ധനസ്ഥിതി മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകും. പുതിയ ബിസിനസ് അല്ലെങ്കിൽ വരുമാന അവസരങ്ങൾ വന്നു ചേരും. ശത്രുക്കളും തടസ്സങ്ങളുമെല്ലാം ഒഴിഞ്ഞു മാറുന്ന കാലമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ദൂരയാത്രകളോ വിദേശവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളോ ഉണ്ടാകും. സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും മാന്യമായ സ്ഥാനവും ലഭിക്കുന്നതാണ്. ഭാഗ്യ പരീക്ഷണങ്ങളിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടം സാധ്യമാകും. അനിഴം നക്ഷത്ര ജാതകർ പൊതുവെ കഠിനമായ അധ്വാനികളും ആത്മവിശ്വാസം കൂടുതലുള്ള ആളുകളുമാണ്. നിങ്ങൾക്ക് ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഈ സമയം എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും അവയെല്ലാം തന്നെ ജീവിതത്തിൽ നിലനിർത്തുവാനും കഴിയുന്നതാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ, അവൽ ഇവ നിവേദിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് വിഷുഫല പ്രകാരം മഹാഭാഗ്യയോഗം ഉള്ള സമയമാണ്. അതായത് വളരെ വലിയ ധനലാഭവും സാമ്പത്തിക സ്ഥിരതയും ഉണ്ടാകും. ജോലിയിലോ ബിസിനസ്സിലോ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. വിദേശ യാത്ര അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുക ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരും. പഴയ പ്രശ്നങ്ങളെല്ലാം മാറി മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കുന്നതാണ്. പഠനം, കലാരംഗം, സോഷ്യൽ മീഡിയ എന്നിവയിൽ നിങ്ങൾക്ക് വളരെ വലിയ അംഗീകാരം ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഭാഗ്യ പരീക്ഷണങ്ങളിലും സമ്മാന പദ്ധതികളിലും ഭാഗ്യയോഗമുണ്ട്. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങൾ പൊതുവെ കരുണയും ബുദ്ധിശക്തിയും സൃഷ്ടിപരമായ കഴിവും കൂടുതലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമയം ഗുരുവിൻ്റെയും ബുധൻ്റെയും അനുകൂലമായ സ്വാധീനം കാരണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ലഭിക്കുന്ന ഒരു കാലമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വാതിലിൽ വന്നു. ജീവിതം മാറി മറിയും. വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യേന ലളിത സഹസ്രനാമം ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.